കിട്ടൂലേ? കുഞ്ഞിന് എക്സാം ഒക്കെ കഴിയുന്നുണ്ടല്ലേ? ഞാൻ എൻ്റെ സമ്മർ വെക്കേഷൻസിലൊക്കെ ഞാൻ അമ്മാത്ത് വരുമ്പോൾ അമ്മു അപ്പും ഒരു ഇൻഡിസ്പെൻസിബിൾ പാർട്ടായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡിൽ. അപ്പോൾ അപ്പുവിൻ്റെ കൂടെയും അമ്മുവിൻ്റെ കൂടെയും കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അപ്പുവിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ കുറേ ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ കുളത്തിൽ ചാടുക, അങ്ങനെയൊക്കെ ഭയങ്കര ഫോണ്ട് മെമ്മറീസാണ് എനിക്ക് ഉള്ളത്. പിന്നെ ആ സമയത്ത് കുറേ ഗുസ്തി കൂടുക, അങ്ങനെയൊക്കെ അല്ലേ. ദാറ്റ്സ് ഹൗ വി ഗ്രൂ അപ്പ് ടുഗെദർ. അപ്പു ഞാനും ജനിക്കുമ്പോഴേ ഒരുമിച്ചായതുകൊണ്ട് അപ്പുവിൻ്റെ എല്ലാ സ്റ്റേജസിലെ ഇതും നന്നായിട്ട് അറിയാനും മീൻസ് അങ്ങനെ നമ്മൾ തമ്മിൽ ഫുൾ ബോണ്ടിങ് ഭയങ്കര ഇതായിരുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഒരു ടീനേജ് ഒരു 10ാം ക്ലാസ് +1 +2 ഒക്കെ ആയപ്പോൾ തൊട്ടാണ് ഞങ്ങളൊന്ന് അടി കൂടാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതുവരെ അമ്മയ്ക്ക് വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാവാണ്ട് സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു +1 ഒക്കെ തൊട്ട് ഞാനപ്പം തമ്മിൽ അടിപിടിയും ചെറിയ കാര്യത്തിനാണെങ്കിലും എന്നാലും ഇങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. കോളേജിലേക്ക് എത്തിയപ്പോഴാണ് ഒരു വ്യത്യാസം. അത് മാസത്തിൽ എപ്പോഴെങ്കിലും കാണുക, അല്ലെങ്കിൽ വിളിക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഹോസ്റ്റലിലൊക്കെ കാണാൻ അത്രയും നാൾ ഒരുമിച്ചുണ്ടായിട്ട് പിന്നെ പെട്ടെന്ന് കാണാൻ പറ്റാണ്ട് അതിൻ്റെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും പറ്റണില്ലല്ലോ, അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളുടെ വേളി കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷമായി. അതിലൊരു വർഷം മുന്നേ ആയിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. ഏകദേശം ഒരു 3-3.5 വർഷമായിട്ടുള്ള പരിചയമാണ് എനിക്ക് അപ്പുവായിട്ട്. അതായത് അമ്മുവിനെ ഞാൻ പരിചയപ്പെടുന്ന അതേ സമയത്ത് ഞാൻ അപ്പുവിനെയും പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു 3.5 വർഷത്തെ ഒരു പരിചയമാണ് എനിക്ക് അപ്പുവായിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു പാർട്ട്ണറെ കിട്ടിയത് പോലെ തന്നെ എനിക്കൊരു അനിയനെയും കൂടിയാണ് കിട്ടിയത്.
അക്ഷയ ആദ്യമൊന്നും വലിയ മെച്യൂരിറ്റി ഒന്നും തോന്നലില്ല എനിക്ക്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എന്തോ ഞാൻ എന്തെല്ലോ ചെയ്യേണ്ട ആളാണെന്നുള്ള വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യേണ്ടത് അങ്ങനെയെല്ലാം വിചാരിച്ച് എല്ലാ കാര്യത്തിലും ഇടപെടും. ഇപ്പം കല്യാണത്തിന് തന്നെ നമുക്ക് മെയിനായിട്ടും അക്ഷയ തന്നെയാണ് എല്ലാത്തിനും ഏർപ്പാടാക്കലും. തലേ ദിവസം വരെ ഓടി നടക്കലും എല്ലാം അക്ഷയവും ഞാനും തന്നെയായിരുന്നു. മൂത്ത കുട്ടിയായിട്ട് വീട്ടിലെ എപ്പോഴും അനിയത്തിമാരിയെല്ലാം ഒരു എന്തോ അവരെ നേരെ വളർത്തേണ്ടത് എൻ്റെ കടമയാന്നുള്ളത് പോലെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരെ ശരിയായിട്ടില്ല, അങ്ങനെ എപ്പോഴും ഒരു വലിയൊരു ഏച്ചിയായിട്ടാണ്. അച്ഛൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് അക്ഷയയുടെ കല്യാണം എന്ന് പറയുന്നത്. അക്ഷയ എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര കാര്യം. ആദ്യത്തെ കുട്ടി എപ്പോഴും അക്ഷയാണ്, എന്ത് കാര്യത്തിനും അക്ഷയ. അന്നും കൂടി അസുഖമായ ദിവസവും അക്ഷയനോട് കുറച്ച് സമയം സംസാരിച്ച് അച്ഛന് ഒന്നിച്ചെന്നെ ഉണ്ട് എന്നുള്ള എല്ലാ സമയത്തും നമുക്കൊരു വിഷമമില്ലാതെ മുന്നോട്ട് പോകാൻ അച്ഛൻ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. എവിടെ നിന്നെങ്കിലും അനുഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നീ റെഡിയായോ? ആണോ? നിങ്ങൾക്കാരാ ഫോട്ടോ എടുക്കണേ? ഓ, ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വേറെ ആൾക്കാർ. ആ ഓക്കെ. അപ്പോൾ ഇങ്ങനെ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, ഭയങ്കര ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പുറത്തുനിന്ന് വണ്ടി വരണ കണ്ടു. പെട്ടെന്നാണ് മറ്റേ ഡ്രോൺ ഇമേജിൽ ഇങ്ങനെ കാറിങ്ങനെ തിരിഞ്ഞിങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നു. അപ്പം ഇങ്ങനെ ആകാംക്ഷ കൂടുന്നുണ്ട്. പക്ഷേ വന്നിങ്ങനെ വണ്ടി വന്നപ്പോഴേക്കും ഇങ്ങനെ അളിയൻ പറഞ്ഞു, നീ ആ സൈഡിലേക്ക് വരണ്ട, ഇപ്പോൾ പിന്നെ വന്നാൽ മതി. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കിയായിരുന്നു, എങ്ങനെയുണ്ട് കാണാൻ, കുറേ നാളെയിലും കുറേ ദിവസമായാലും കണ്ടിട്ട് പറഞ്ഞു. പക്ഷേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ബ്രൈഡ് ലുക്കിൽ പെട്ടെന്ന് 9-10 മാസത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ കാണുമ്പോൾ അതൊരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷമായി. பாவை தவம் உனக்காக நாடி வரும் நிழல்
സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരേ ഓഫീസിൽ ഒരേ തൊട്ടപ്പുറപ്പുറമുള്ള സീറ്റിലിരുന്ന് നല്ല ഫ്രണ്ട്സായി തുടങ്ങിയതാണ്. പെട്ടെന്നൊരു ദിവസം ഇവ ഫോൺ വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ പറഞ്ഞു വേണ്ട പറയണ്ട, പറയാൻ വന്നതെന്താണെന്ന് മനസ്സിലായി. എനിക്കത് തന്നെയായിരുന്നു പറയാനുള്ളത്.